എത്തോ നമുക്ക് ന്യൂസിലൻഡിലെ മരുഭൂമി പോയാലോ? നിങ്ങൾ മരുഭൂമിയിലെ മരപ്പച്ചാന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ പച്ചപ്പ് മാത്രമുള്ള നമ്മുടെ ന്യൂസിലൻഡിൽ ഒരു മരുഭൂമിയുണ്ട്. നമ്മൾ താമസിക്കുന്ന ഫെങ്കറേന്ന് ടുവേർഡ്സ് നോർത്ത് ഒരു 4 മണിക്കൂർ ഡ്രൈവ് ചെയ്താൽ ഞാൻ ഈ പറഞ്ഞ ലൊക്കേഷനിലെത്തും. ഈ കാണുന്ന സ്ഥലം 2 മില്യൺ ഇയേഴ്സ് അഗോ വെള്ളത്തിനടിയിലായിരുന്നു. പിന്നെ മെല്ലെ മെല്ലെ ടെക്ടോണിക് അപ്ലിഫ്റ്റ് കാരണം സീ ലെവൽ ചേഞ്ചസ് കാരണം കൊണ്ടൊക്കെ ഇങ്ങനെ ഈ ഭൂമി എക്സ്പോസ്ഡ് ആയി വന്നു. ഇവിടെ കാറ്റ് വെസ്റ്റേൺ സൈഡിലേക്കാണ്. സോ ഇതിന്റെ അപ്പുറത്തുള്ള 90 മൈൽ ബീച്ചിൽ നിന്നുള്ള മണല് അടിഞ്ഞിട്ടാണ് ഈ കൂമ്പാരം ഉണ്ടായെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ ഏറ്റവും ഫേമസ് ആയ സാൻഡ് ഡ്യൂൺ ഈ കേപ്രിങ്കയിലുള്ള ജൈൻ സാൻഡ് ഡ്യൂൺ തന്നെയാണ്. ഇങ്ങോട്ട് പോകുമ്പോൾ സൺഗ്ലാസ് എടുക്കാൻ മറക്കരുത്. വിൻഡ് നല്ല സ്ട്രോങ് ആണ്, മണൽ വന്ന് കണ്ണി വീഴും, മോർ ഓവർ നല്ല സൺലൈറ്റും. ഇവിടുത്തെ ഏറ്റവും മെയിൻ ആക്ടിവിറ്റിയാണ് സാൻഡ് ബോർഡിങ്. $10 കൊടുക്കുകയാണെങ്കിൽ പാർക്കിൽ നിന്ന് നമുക്ക് ഈ ബോർഡ് ഹയർ ചെയ്യാൻ പറ്റും. ഞാൻ ഈ സ്ഥലത്ത് വന്നത് 2ാമത്തെ വട്ടം. ആദ്യമായിട്ട് കയറിയപ്പോ എന്റെ അവസ്ഥ ഇതൊക്കെ തന്നെയായിരുന്നു. ഇച്ചിരി പാടാണ്, ഇച്ചിരി അധികം പാടാണ്. ഇറ്റിങ്ങൾക്കൊക്കെ പ്രാന്താന്ന് തോന്നുന്നു. ഇവിടെ ഒരു തവണ കയറാൻ തന്നെ കഷ്ടപ്പെടാം. അപ്പൊ ഓരോരുത്തർ 3ഉം 4ഉം വട്ടമൊക്കെയാണ് കയറി ഇറങ്ങി പോരുന്നത്. പുതിയ ടെക്നോളജി അല്ല. ഈ മല കയറി കഴിഞ്ഞപ്പോ ആശി ഒഴിച്ച് ഞങ്ങൾ എല്ലാവരും ഒരുപോലെ പറഞ്ഞൊരു കാര്യമുണ്ട്. വയസ്സുകാലത്ത് ഓരോരോ ഇളക്കങ്ങൾ. കാണുന്നതാണ് 90 മൈൽ ബീച്ച്. നമ്മളിപ്പോ നടന്നതിന്റെ ഒരു 10 ഇരട്ടി നടന്നാലേ ബീച്ചിലെത്തോളൂ. ആസ് യൂഷ്വൽ നിങ്ങൾ ഇന്റർനെറ്റിൽ കാണുന്ന എല്ലാ കപ്പിൾ ഫോട്ടോയുടെ പിന്നിലെ റിയാലിറ്റി ഇതാണ്. കയറിയതിന്റെ 10% പോലും ബുദ്ധിമുട്ട് ഇറങ്ങാനില്ല. അതുകൊണ്ട് ഇറങ്ങൽ നല്ല എളുപ്പമായിരുന്നു. നല്ല അടിപൊളി സ്പോട്ടാണ്. അപ്പോൾ പോകാൻ ആഗ്രഹമുള്ളവരൊക്കെ വേഗം വിട്ടോ. അപ്പം അത്രേ ഉള്ളൂ. ബൈ.